ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിൻഡർഫെൽ. പിന്നെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ പോവാണ്. അതായത് അംഗനവാടി ഫെസ്റ്റിന് അംഗനവാടി പിള്ളേർക്ക് ഞാൻ ബാംഗിൾസ് ഉണ്ടാക്കി കൊടുത്തില്ലായിരുന്നോ? അപ്പോൾ അതുപോലെ എൻ്റെ മോൾക്ക്, മൂത്ത ആൾക്ക്, എനിക്ക് 2 കുട്ടികളുള്ളത്, മൂത്ത ആൾക്കും അതുപോലത്തെ വേണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ കൈയുടെ സൈസ് ഇച്ചിരി വലുതാണല്ലോ. അപ്പോൾ ഞാൻ അതുപോലത്തെ ഒരെണ്ണം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബാംഗിൾ മേക്കിങ്, പക്ഷേ അതത്ര ശരിയായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാണ് സാധനങ്ങൾ, ഈ സാധനങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ കമ്പിയില്ല, പക്ഷേ ഒരു വളയുടെ സ്പ്രിങ് ഉണ്ട്, കമ്പിയുണ്ട്. ഇതാണ് കമ്പി. ഇത്രയെങ്കിലും ബലം വേണം, എന്നാലേ ശരിയാവും, കറക്റ്റായിട്ടിരിക്കണം. അല്ലെങ്കിൽ അത് നേരത്തെ ഉണ്ടാക്കിയ ബാംഗിൾസിനൊരു ഡ്രോബാക്ക് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡ്രസ്സിൽ കൊണ്ടുകഴിഞ്ഞാൽ അത് തട്ടിപ്പോരും, വലിയും. അപ്പോൾ ഞാൻ അതിൻ്റെ മെറ്റീരിയൽസാണ് ഇതുപോലത്തെ കല്ലെടുത്തിട്ടുണ്ട്. ആണോ, കല്ലെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമുത്തും പിന്നെ ഇതിനകത്ത് പിങ്ക് മുത്തുണ്ട്. പിങ്ക് മുത്ത് എല്ലാം കൂടെ മിക്സായിപ്പോയി. അപ്പോൾ അതൊന്ന് വേർതിരിച്ചെടുക്കണം. എനിക്ക് ചെയ്യുമ്പോൾ വേർതിരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. പിന്നെ ഇത് കണ്ടോ, ഞാൻ കോപ്പർ വയർ കൂടെ എടുക്കുന്നുണ്ട്. ഇതുണ്ട് 0.3 mm കോപ്പർ വയറാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ കല്ല് എടുക്കുന്നുണ്ടല്ലോ, ആ കല്ലൊന്ന് സെക്യൂറാക്കി വെക്കാനായിട്ട്, അതായത് കറക്റ്റ് സ്പോട്ടിൽ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്, ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കണ്ടല്ലോ, ഏകദേശം ഈ കമ്പി ഇത്രയും നീളമുണ്ട്. അതിൻ്റെ ഇരട്ടിയായിട്ട് ഞാൻ കോപ്പർ വയർ എടുത്തിട്ടുണ്ട്. തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും, അങ്ങനത്തെ കമ്പിയാണ്. ഓക്കെ, തുടങ്ങാം. ഈ കമ്പി കണ്ടോ, കമ്പിയുടെ അറ്റത്ത് ഞാനൊന്ന് കമ്പിയുടെ അറ്റം ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. വളച്ചു കൊടുത്തിട്ട് കമ്പിയുടെ അറ്റത്ത് ഈ കോപ്പർ വയർ ചുറ്റണം. ഒരറ്റം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ചുറ്റിയെടുക്കുക. കുറച്ച് ചെറുതായിട്ടൊന്ന് ചുറ്റിയാൽ മതി, ഒത്തിരി ചുറ്റിയൊന്നും വേണ്ട. ചുറ്റി അത് സെക്യൂറായിട്ടിരുന്നു. ഓക്കെ, ഇനി നമുക്ക് മുത്തുകൾ കയറ്റി കൊടുക്കാം കമ്പിയിലൂടെ. ആദ്യം നമുക്ക് ഈ കോപ്പർ വയറിലേക്ക് കയറ്റിയിട്ട് പിന്നെ കമ്പിയിലേക്ക് കയറ്റണം. കമ്പിയിൽ പെട്ടെന്ന് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ആദ്യം ഞാൻ ഈ വെള്ളമുത്ത് ഉണ്ടോ, ഈ വെള്ളമുത്ത് ഇതിലേക്ക് കോർക്കുക. 2 എണ്ണം വീതം വെച്ച് 2 വെള്ളമുത്ത്, പിന്നെ പിങ്ക് മുത്ത്, പിന്നെ 2 പിങ്ക് മുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കല്ല്, അതിനിടയിലൊരു കല്ല്. അങ്ങനെയാണ് കേട്ടോ ഞാൻ കോർക്കുന്നത്. ശരി, ഓക്കെ, നമുക്ക് ചെയ്യാം. 2 വെള്ളമുത്ത് കോർത്തു. 2 വെള്ളമുത്ത് കോർത്തു. പിന്നെ 2 പിങ്ക് മുത്ത്, കോർത്തു. ഈ രണ്ട് മുത്തും ഇനി കമ്പിയിലൂടെ കയറ്റാം. ഓക്കെ, കമ്പിയുടെ അറ്റം കിട്ടിയിട്ടുണ്ട്. ഈ കമ്പിയുടെ അറ്റത്തേക്ക് അറ്റം എടുത്തിട്ട് ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് ഇവിടെ അറ്റത്തേക്ക് കൊണ്ടുപോയി. ഇതിങ്ങനെ വളഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഇച്ചിരി പാടൊന്നുമില്ല, എന്നാലും എനിക്ക് പാടൊന്നുമില്ല. ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് പാടൊന്നും ഉണ്ടാവില്ല. ഇതിങ്ങനെ പെട്ടെന്ന് കയറ്റി കൊടുക്കുക. ഇത് കമ്പി നല്ലപോലെ വളഞ്ഞിരിക്കുക. ഇവിടെ കണ്ടോ, കമ്പിയുടെ അറ്റം നമ്മൾ ആ ചുറ്റിയെടുത്ത കമ്പിയുടെ അറ്റം കൂടെ ഇതിനുള്ളിലേക്ക് കയറ്റണം കേട്ടോ. അപ്പം പിള്ളേരുടെ കയ്യിലൊന്നും കുത്തിക്കൊള്ളൂല. കണ്ടോ, ഇവിടെ വരെ എത്തി. ഇനി കല്ല് കൂടെ ഫിക്സ് ചെയ്യണം. ഇത് സാധാരണ പോലെ കമ്പിയിൽ ഇത് സാധാരണ പോലെ തന്നെ കയറ്റുക. എന്നിട്ട് ചുറ്റിയെടുക്കണം. അപ്പോൾ കറക്റ്റ് സെക്യൂറായിട്ട് ഇരിക്കും.
ഇതാണ് കേട്ടോ കല്ല്. അത്യാവശ്യം ഈ മാലയുടെ സൈസ് അല്ല, ഈ മുട്ടിൻ്റെ സൈസ് ഉണ്ടോ, ചെറുതല്ലേ, അതിന് പറ്റിയ കല്ല് ഉണ്ടോ. ഇത് കയറ്റണം. ഇതാദ്യം നമ്മൾ കോപ്പർ വയറിൽ കൂടെ കയറ്റണം. അതിന് ഹോളുണ്ട്, നോക്കി അത് സെക്യൂറായിട്ട് കയറ്റാൻ പറ്റും. കയറ്റി കമ്പിയിലും കൂടെ കയറ്റി എടുക്കുക. എന്നിട്ട് അറ്റം വരെ കൊണ്ടുവരിക. എന്നിട്ട് കമ്പിയിലും കൂടെ കയറ്റുക. പിന്നെ കല്ല് കമ്പിയിൽ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഇത് ഇവിടെ വരെ വന്നില്ലേ, എൻ്റെ മോളാണ് കേട്ടാ ചെറിയ കല്ല് ഞാൻ കമ്പിയിൽ കൂടെ കയറ്റിയിട്ടില്ല കേട്ടോ, മറ്റേ കോപ്പർ വയറിൽ കൂടെ മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അപ്പോൾ കല്ല് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, കാണാനും ഭംഗിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് സെക്യൂർ ആക്കുകയെന്ന് വെച്ചാൽ, ഇത് കല്ല് പുറത്തേക്ക് വരുന്ന രീതിയിൽ, വളരെ പുറത്തേക്ക് വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് പിടിക്കുക. എന്നിട്ട് കറക്കി എടുക്കുക, കമ്പിയിൽ ഇങ്ങനെ കറക്കി എടുക്കുക. സെക്യൂറായിട്ട് ഇരുന്നോളും. ഇതുപോലെ അനങ്ങാതെ ഇരുന്നോളും. എന്നുവെച്ചാൽ കറങ്ങിപ്പോവില്ല, കറങ്ങി കളിക്കില്ല. അതുപോലെ ബാക്കിയൊക്കെ ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാവേ. ആദ്യം വെള്ളം എടുക്കുക, കോർക്കുക. പിന്നെ പിങ്ക്, ഇഷ്ടമുള്ള കളർ എടുക്കാം. വെള്ളയും പിങ്കും നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് ഞാൻ ദച്ചുവിന് എൻ്റെ മോക്കും അത് തന്നെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ അത് തന്നെ എടുത്താണ്. പിന്നെ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളർ ഇതുമാണ്. അത് ഇതുപോലെ കമ്പിയിൽ കോർത്തെടുക്കുക. ഇനി അടുത്തത് കമ്പിയിൽ കോർക്കുക. ഇങ്ങനെ കമ്പിയിൽ കോർക്കുക. എന്നിട്ട് കറക്കി എടുത്താൽ മതി. അങ്ങനെ കറക്കി കൊണ്ടുപോയാൽ ഇടം വരെ എത്തും. ഇത് നീളത്തിലുള്ള എന്നുവെച്ചാൽ ഇത്ര വളഞ്ഞിരിക്കുന്ന കമ്പി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് വളയാത്ത നിവർന്ന കമ്പിയിലായിരുന്നേ. അപ്പോൾ എനിക്കിത് ഞാനത് പിള്ളേരുടെ ചെറിയ അളവല്ലേ, അപ്പോൾ മരുന്നും കുപ്പിയിലൊക്കെ വെച്ച് അത് നിവർത്തിയെടുക്കുക ചെയ്തത്. ഉണ്ടോ പക്ഷേ ഇത് ഭയങ്കരമായിട്ട് വളഞ്ഞിരിക്കുന്നത്. വെച്ചാൽ ഇത് ഒരു വളയായിരുന്നു ഇത്. ആ വളയുടെ കമ്പി ഞാൻ എടുത്തതാണ്. ദച്ചുവിന് ഉണ്ടാക്കാനായിട്ട് എൻ്റെ കയ്യിലുള്ള കമ്പി തീർന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനത് ആക്കാൻ വേണ്ടി എടുത്തതാണ്. ഇനി ഇതിലേക്ക് കല്ല് ആഡ് ചെയ്യുക. കല്ല് കമ്പിയിൽ മാത്രം കയറ്റുക. എങ്കിലേ അതിങ്ങനെ ഉണ്ടോ, ഇത് ഇച്ചിരി പൊങ്ങി നിൽക്കുന്നുണ്ടോ, എൻ്റെ മുത്തൊക്കെ താഴെ പോകുന്നു. ഇത് ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ടോ കമ്പിയിൽ. അങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ കമ്പിയിൽ കോർക്കാതെ കല്ല് കമ്പിയിൽ കോർക്കാഞ്ഞത്. ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നല്ലപോലെ ഉറച്ച് ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കാനായിട്ട്, മുത്ത് ടൈറ്റായിട്ടിരിക്കാനായിട്ട് ഫസ്റ്റ് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കറക്കിയെടുക്കുക. കോപ്പർ വയറില്ലേ അതിൽ തന്നെ ഒന്ന് കറക്കി എടുത്ത് കഴിയുമ്പോൾ അതും സെക്യൂർ ആയിട്ടിരിക്കും. അത് ടൈറ്റായിട്ടിരിക്കും, കമ്പിയിൽ ടൈറ്റായിട്ടിരിക്കും. പിന്നെ ഓടിക്കളിക്കില്ല. നമ്മുടെ അപ്പോഴേക്കും കല്ലും കൂടെ കോർത്ത് കഴിയുമ്പോൾ ഇതുപോലെ ചുറ്റി എടുത്ത് കഴിയുമ്പോൾ അത് രണ്ടും എല്ലാം ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് കറങ്ങി കളിച്ചുകൊണ്ടിരിക്കും. ഉണ്ടോ, ഞാൻ ചുറ്റി ഇവിടെ വരെ എത്തി. ഇനി ഇങ്ങനെ കെട്ടിയെടുക്കുക. കുറച്ചും കൂടെ ഉണ്ട്. വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഓഫ് ചെയ്തത്. എൻ്റെ പണിയിലിടക്ക് ഒരാൾ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ടേ, എൻ്റെ ഇളയ സന്താനം, എൻ്റെ കുഞ്ഞിപ്പെണ്ണ്. ഞാൻ ഇത് കറക്റ്റ് ആക്കിയിട്ടുണ്ടേ. ഉണ്ടോ,
കണ്ടോ, ഇതാണ് ഫൈനൽ. ആളുടെ വലിപ്പത്തിനനുസരിച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ബൈ.